ചോറ്റുപാത്രം സെറ്റ് ചെയ്താലോ? നമ്മുടെ പാത്രത്തിലോട്ട് ഇതേ നല്ല ചൂട് ചോറങ്ങിട്ട് വിളമ്പണം. ആവശ്യത്തിനുള്ള ചോറ് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മമാർ ചോറ് വിളമ്പുമ്പോൾ എപ്പോഴും നമ്മളോട് ചോദിക്കും, കുറച്ചുകൂടെ തരട്ടെ. ഞാൻ വേണ്ടാന്ന് പറയില്ല കേട്ടോ. കാരണം ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്താണ് കഴിക്കാറ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ ചോറ് കൊണ്ടുപോകാറുണ്ട്. ഇത് നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ, പപ്പട ചമ്മന്തി. നമ്മൾ ട്രൈ ചെയ്ത് നോക്കണേ. അത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. സാധാരണ തേങ്ങാ ചമ്മന്തിനേക്കാളും അടിപൊളിയാണ്. ഇത് നമ്മുടെ ഉപ്പേരി, പയർ മെഴുക്ക് വരട്ടിയത് നമുക്ക് പറയാം. ചെറുപയർ മെഴുക്ക് വരട്ടിയാണ്. അത് നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയും ചിക്കനും ഇല്ലെങ്കിലും ഇത് ഒരടിപൊളി പ്രോട്ടീൻ റിച്ച് സാധനമാണ്. ഇത് നമ്മുടെ തലേന്നത്തെ ചിക്കൻ കറി, നെക്സ്റ്റ് ഡേ ചിക്കൻ റോസ്റ്റാക്കി. എന്താ ടേസ്റ്റ്! ഇതിനെ കൂടെ എല്ലാം ഒരു കുറച്ച് നെല്ലിക്കച്ചാറ്. ഇത് നാട്ടിൽ നിന്ന് മുത്തശ്ശി കൊടുത്തു വിട്ടതാട്ടോ. ഭയങ്കര ടേസ്റ്റ്. അത് ഇരിക്കും തോറും അത് അടിപൊളിയാണ്. നമ്മുടെ അവസാനം മുട്ടയപ്പം. എന്താ ലുക്ക്! കണ്ടിട്ട് എന്നെ കൊതിയാകുന്നു. പോകാൻ വരട്ടെ, തീർന്നിട്ടില്ല. ഒരു ഒഴിച്ചുകറിയുടെ ആയാലോ? പുളിശ്ശേരി കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രം തുറന്ന് നോക്കിയാലോ? ചെറുതായിട്ട് പണി കിട്ടി. ഇത് നല്ല ടൈറ്റ് ആട്ടോ, തുറക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ അവസാനം നമ്മൾ തുറന്നിരിക്കുകയാണ്. നമ്മൾ സക്സസ്ഫുള്ളി തുറന്നിരിക്കുകയാണ്. എന്തൊരു മണം! ആ മുട്ടയപ്പം ഉണ്ടല്ലോ, ആ ചോറിൽ അങ്ങനെ ആ മണം. നെക്സ്റ്റ് ഇനി ചോറിൽ ആ എല്ലാ കറികളും കൂടെ നല്ലപോലെ കുഴച്ച് ഒരു പിടി പിടിക്കാം. എൻ്റെ വെള്ളം ഓർമ്മ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചോറ്റുപാത്രം സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്